എന്തുകൊണ്ടാണ് സ്ത്രീകൾ തൻ്റെ പങ്കാളികളെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നത്? തൻ്റെ പങ്കാളിയിൽ നിന്നും വൈകാരികമായിട്ടുള്ള യാതൊരു പിന്തുണയും സഹായവും ലഭിക്കാതെ ആകുമ്പോഴാണ് സ്ത്രീകളെ തൻ്റെ പങ്കാളികളെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം തനിക്കില്ലായ്മയുടെ കാര്യങ്ങളും തൻ്റെ മനസ്സിൻ്റെ സങ്കടങ്ങളും തൻ്റെ പങ്കാളികളോട് ഷെയർ ചെയ്യുമ്പോൾ അവർ അത് കാര്യമായിട്ട് എടുക്കാതെ ഗൗനിക്കാതെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇവരെ കൂടെ നിർത്തിയിട്ട് കാര്യമില്ലെന്നും ഇവരിൽ നിന്നും തനിക്കൊന്നും ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്ത്രീകൾ തൻ്റെ പങ്കാളികളെ ഒഴിവാക്കാൻ ശ്രമിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത് മുൻഗണനയാണ്. തനിക്ക് യാതൊരു മുൻഗണനയും തരാതെ അവരുടെ കാര്യങ്ങൾക്ക് മാത്രം പ്രിയോറിറ്റി നൽകിക്കൊണ്ട് പോകുന്ന ഒരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സ്ത്രീകൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഓരോ സ്ത്രീകൾക്കും തൻ്റെ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പുകളുണ്ട്. അതായത് ഓരോ പ്രായത്തിലും ഓരോ ആഗ്രഹങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ബാല്യകാലത്ത് ഒരു ആഗ്രഹം, കൗമാരകാലത്ത് ഒരു ആഗ്രഹം, യൗവനകാലത്ത് ഒരു ആഗ്രഹം. എന്നാൽ കൗമാരത്തിലും യൗവനത്തിലും നിന്ന ആഗ്രഹങ്ങളെക്കാൾ ഉപരിയാണ് മാരീഡ് ലൈഫിൽ വരുന്ന ആഗ്രഹങ്ങൾ. അപ്പോൾ തൻ്റെ ആഗ്രഹങ്ങൾ ഒന്നും തന്നെ സാധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്ത്രീകൾ പിന്നീട് ആ പാർട്ട്ണറെ കൂടെ നിർത്താനായിട്ട് തയ്യാറാകില്ല എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് വിശ്വാസക്കുറവാണ്. അതായത് തൻ്റെ പാർട്ട്ണറോട് യാതൊരു വിധത്തിലുള്ള വിശ്വാസ്യതയും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ, അതായത് തൻ്റെ പാർട്ട്ണർ തന്നോട് യാതൊരു വിശ്വസ്തതയും കാണിക്കുന്നില്ല എങ്കിൽ, അതായത് അവർക്ക് ഇപ്പോൾ എക്സ്ട്രാ മെരിറ്റൽ അഫെയർസ്, വിവാഹേതര ബന്ധങ്ങൾ, അതുപോലെ കള്ളം പറയുക, സമയത്തിന് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കാതിരിക്കുക, അതിലും കള്ളത്തരങ്ങൾ പറയുക, സാമ്പത്തികമായിട്ടുള്ള ചതി ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തൻ്റെ പാർട്ട്ണറെ ഉൾക്കൊള്ളാനായിട്ട് ഒരു സ്ത്രീക്ക് കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ തൻ്റെ പാർട്ട്ണറെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിട്ടാണ് സ്ത്രീകൾ പൊതുവേ ധരിക്കുന്നത് എന്നുള്ളതാണ്. അവസാനത്തേത് താല്പര്യക്കുറവാണ്. സ്ത്രീകൾക്ക് പൊതുവെ തൻ്റെ പാർട്ട്ണറോട് ഒരു താല്പര്യക്കുറവ് അനുഭവപ്പെടുകയാണ് എങ്കിൽ പിന്നീട് ആ ബന്ധം ശാശ്വതമാകുന്നില്ല എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും രോഗാവസ്ഥയിൽ ചെന്ന് ചാടുകയോ വിഷാദപരമായിട്ടുള്ളൊരവസ്ഥയിൽ ചെന്ന് ചാടുകയോ അതുപോലെ ശാരീരികമായ ബുദ്ധിമുട്ടിൽ ചെന്ന് ചാടുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു നീണ്ട ഇടവേള എടുത്തുകൊണ്ട് തൻ്റെ മാനസികാരോഗ്യവും ശാരീരികമായിട്ടുള്ള ആരോഗ്യവും പുഷ്ടിപ്പെടുത്താനായിട്ട് സ്ത്രീകൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഏറി വന്നു കഴിഞ്ഞാൽ ഈ പാർട്ട്ണറെ തന്നെ തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. കാരണം തൻ്റേതായ ഒരു കാര്യങ്ങളും അറിയാതെ നടിക്കുന്നതും ഉൾക്കൊള്ളാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു പാർട്ട്ണറെ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു സ്ത്രീകൾക്കും അത്രയ്ക്ക് താല്പര്യമില്ലാത്ത കാര്യമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാരണങ്ങളാണ് ഒരു സ്ത്രീ തൻ്റെ പാർട്ട്ണറെ തീർച്ചയായിട്ടും തൻ്റെ ലൈഫിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ.